കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. പോവാ. കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രളയ സമയങ്ങളിലൊക്കെ സോഷ്യൽ മീഡിയയിൽ കണ്ടാണ് ഒരുപാട് പേര് സാഹസികമായി തന്നെ വാഹനങ്ങൾ വെള്ളക്കെട്ടിലൂടെ ഇറക്കി പോകുന്നുണ്ട്. അത് മോഡിഫൈഡ് ജീപ്പ് അല്ലാതെ തന്നെ സാധാരണ ചെറു വാഹനങ്ങൾ, കാറുകൾ, അതേമാതിരി ബൈക്കുകളെല്ലാം ഈ പറഞ്ഞ വെള്ളക്കെട്ടിലൂടെയൊക്കെ ഇറക്കി പോകുന്നുണ്ട്. ഇവരെല്ലാവരും ചിലരൊക്കെ ചെയ്തിരിക്കുന്നത് സൈലൻസറിൽ ഒരു PVC പൈപ്പ് ഘടിപ്പിച്ച്, മെറ്റൽ പൈപ്പ് ഘടിപ്പിച്ചിട്ട് അതിലൂടെ പോവുകയാണ്. ചിലർ ഇതിനെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ആയിട്ടുണ്ട്, ഇങ്ങനെ പൈപ്പ് ഘടിപ്പിച്ച് പോകുന്നതുകൊണ്ട് നമുക്ക് സുഖമായിട്ട് വാഹനം വെള്ളക്കെട്ടിലൂടെ കണ്ടു പോകാം എന്ന് പറയുന്നത്. പക്ഷേ അതിൽ ചെറിയൊരു തെറ്റുണ്ട്, അത് പറയാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് തന്നെ. നമ്മുടെ വാഹനത്തിനകത്തേക്ക് വെള്ളം കയറാനുള്ള ചാൻസ് കൂടുതൽ സൈലൻസറിൽ കൂടെ അല്ല എന്ന് ആദ്യം മനസ്സിലാക്കേണ്ടതാണ്. നമ്മുടെ വാഹനത്തിനകത്തേക്ക് അല്ലെങ്കിൽ എഞ്ചിനകത്തേക്ക് വെള്ളം കയറാനുള്ള ചാൻസ് കൂടുതലുള്ളത് എയർ ഇൻടേക്ക് പൈപ്പ് വഴിയാണ്. ഇൻടേക്ക് പൈപ്പ് എന്ന് പറഞ്ഞാൽ വാഹനത്തിനകത്തേക്ക് എയർ പോകുന്ന എഞ്ചിനകത്തേക്ക് എയർ പോകുന്ന പൈപ്പാണ് ഈ എയർ ഇൻടേക്ക് പൈപ്പ്. ഇതിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് പല വാഹനങ്ങളിലെയും പല വ്യത്യസ്ത ലൊക്കേഷനിലായിരിക്കും. എങ്കിലും ചെറിയ കാറുകളിലും കാര്യങ്ങളിലൊക്കെ വരുന്ന പൈപ്പിൻ്റെ ഈ വായുഭാഗം അല്ലെങ്കിൽ ഇതിന് ഓപ്പൺ വരുന്നത്, ഈ എയർ ഇൻടേക്കിൻ്റെ ഓപ്പൺ ഭാഗം വരുന്നത് ബമ്പറിൻ്റെയൊക്കെ താഴെ അല്ലെങ്കിൽ ഹെഡ്ലൈറ്റിൻ്റെയൊക്കെ താഴെ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ വാഹനം ഏകദേശം നമ്മുടെ ടയറിൻ്റെ പൊക്കത്തിൽ അല്ലെങ്കിൽ ആ ലെവലിലേക്ക് വാഹനം ഈ പറഞ്ഞ പോലെ വെള്ളക്കെട്ടിലൂടെ ഓട്ടിക്കണം, തീർച്ചയായിട്ടും നമ്മുടെ എഞ്ചിനകത്തേക്ക് വെള്ളം കയറും. കാരണം എയർ വലിക്കുന്നതിന് പകരം വെള്ളം വലിച്ചകത്തേക്ക് കയറ്റും. അങ്ങനെ എഞ്ചിനകത്തേക്ക് വെള്ളം പോകും. ഹൈഡ്രോസ്റ്റാറ്റ് ലോക്ക് എന്ന ഒരു അവസ്ഥ ഉണ്ടാവും. ഈ എയർ കംപ്രസ് ചെയ്യാൻ നമുക്ക് പറ്റുമെങ്കിലും വെള്ളം കംപ്രസ് ചെയ്യാൻ പറ്റില്ല. ഈ വെള്ളം കംപ്രസ് ചെയ്യാൻ പറ്റാത്ത ആ സമയത്ത് എഞ്ചിൻ്റെ അവസ്ഥ പിസ്റ്റൻ്റെ കണക്റ്റിംഗ് റോഡ് കാര്യങ്ങളെല്ലാം പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. എഞ്ചിനകത്ത് ഒരുപാട് പൈസ നമുക്ക് മുടക്കേണ്ടി വരും. ഈ അവസ്ഥ ഈ പറഞ്ഞ വാഹനം ഓഫായി പോകും. അതിനകത്ത് നമ്മൾ ഒരുപാട് പൈസ മുടക്കേണ്ടി വരും. അതുകൊണ്ട് വെള്ളക്കെട്ടിലൂടെ ഈ പറഞ്ഞ പോലെ സൈലൻസറിൽ മാത്രം മുകളിലേക്ക് ഒരു പൈപ്പ് ഘടിപ്പിച്ച് കൊണ്ട് പോകുക എന്നുള്ളത് തെറ്റായ ധാരണയാണ്. അങ്ങനെ പോകാതിരിക്കുക. അതായത് ബൈക്കിൻ്റെയൊക്കെ എഞ്ചിനകത്ത് ഈ സൈലൻസറൊക്കെ നമ്മുടെ പൊക്കത്തിലേക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇരുന്നാൽ നമ്മുടെ മുകളിലാണ് ഈ പറഞ്ഞ പൈപ്പിൻ്റെയൊക്കെ തുറന്ന് വെച്ചാൽ എക്സ്ട്രാ ഇങ്ങനെ ഇതും പറഞ്ഞ് നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മുടെ എഞ്ചിൻ ഭാഗത്തെ ശേഷം മൂടി കഴിയുമ്പോഴേക്കും തന്നെ നമ്മുടെ ഈ പറഞ്ഞ ബൈക്കിൻ്റെ എഞ്ചിനകത്തേക്ക് എന്ത് ചെയ്യും, വെള്ളം കയറി പോകും. ഇങ്ങനെ വെള്ളം കയറി കഴിഞ്ഞാൽ ഇതിൻ്റെ അവസ്ഥ എഞ്ചിൻ വർക്കാവും. ഒരുപാട് പൈസ നമ്മുടെ പോക്കറ്റ് കാലിയാകുന്ന ഏർപ്പാടാണ്. കഴിവതും ഇതേപോലെയുള്ള വാഹനങ്ങൾ കൊണ്ട് ഈ വെള്ളക്കെട്ടിലേക്ക് പോകാതിരിക്കുക. ഒരുപക്ഷെ മോഡിഫൈഡ് ജീപ്പുകൾ അല്ലെങ്കിൽ നമ്മുടെ 4 വീൽ ഡ്രൈവ് മോഡിഫൈഡ് ജീപ്പുകളെല്ലാം ഈ വെള്ളത്തിൽ കൂടെ പോകും. അവർ പോകാനുള്ള കാരണം എന്ന് പറയുന്നത് അവരുടെ വാഹനം ഇതേപോലെ പ്രാപ്തമാക്കിയാണ് വെള്ളത്തിലൂടെ പോകാനുള്ള സെറ്റപ്പ് ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ എയർ ഇൻടേക്ക് പൈപ്പിൻ്റെ പൊസിഷൻ അവർ മാറ്റി സ്ഥാപിച്ചിരിക്കുകയാണ്. അതിൻ്റെ എയർ ഇൻടേക്ക് പൈപ്പിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് വളരെ പൊക്കത്തിലാണ്. നമുക്കറിയാം ജീപ്പിൻ്റെയൊക്കെ വലതു ഭാഗത്തായിട്ട് ഒരു വലിയൊരു പൈപ്പ് വളഞ്ഞ് മുകളിലേക്ക് നിൽക്കുന്നുണ്ടാവും, തുറന്നു വെച്ച് നിൽക്കുന്നുണ്ട്. ആ വഴിയാണ് ഇതിനകത്തേക്ക് എയർ പോകുന്നത്. ആ എഞ്ചിനകത്തേക്ക് വെള്ളം കയറണമെന്ന് വെച്ചാൽ ഈ വാഹനം മുങ്ങിപ്പോകുന്ന ലെവലിലേക്ക് വെള്ളം ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഇതിനകത്തേക്ക് വെള്ളം കയറി പോകുള്ളൂ. അങ്ങനെ മാത്രമേ ഈ വാഹനത്തിന് അതുകൊണ്ടാണ് നമ്മൾ ചില വീടുകളിൽ കണ്ടിട്ടുണ്ടാകാം ജീപ്പ് ഡ്രൈവറുടെ കഴുത്തറ്റം വെള്ളത്തിലും അയാൾ വാഹനം ഓടിച്ചുകൊണ്ട് പോകുന്നത്. ഇനി അഥവാ നിങ്ങളുടെ വാഹനം, നിങ്ങൾ ചെറിയൊരു വാഹനമാണ്, നിങ്ങൾക്ക് ഒരു പോകേണ്ട അത്യാവശ്യ ഘട്ടം വന്നു, ഈ വെള്ളക്കെട്ടുകളിലൂടെ പോകേണ്ട അവസ്ഥ വന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പോയി നോക്കുകയാണ്. ചിലപ്പോൾ നമുക്ക് അറിയാൻ പറ്റില്ല വെള്ളത്തിന് എത്രത്തോളം ഹൈറ്റ് ഉണ്ട്. നമ്മൾ പോകുന്ന സമയത്ത്, ഇറങ്ങുന്ന സമയത്ത് ഒരു പക്ഷേ വാഹനത്തിൻ്റെ താഴ്വായിരിക്കും. നമ്മൾ ഏകദേശം പകുതി എത്തുന്ന സമയത്ത് എന്ത് ചെയ്യും, ഒരു പക്ഷേ വെള്ളം കയറി വന്നിട്ടുണ്ടാകും. ഇങ്ങനെയുള്ള അവസ്ഥ സമയത്ത് നമ്മൾ പേടിച്ചുകൊണ്ട് ആക്സിലേറ്ററിൽ കാല് വെക്കാതെ വളരെ സ്ലോയിൽ തന്നെ പോകണം. നമ്മൾ ഫസ്റ്റ് ഗിയറിലേറ്ററേ പോകുന്നുണ്ടാവുള്ളൂ. ആ ഫസ്റ്റ് ഗിയറിൽ തന്നെ ആക്സിലേറ്റർ കൊടുക്കരുത്. ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എഞ്ചിനകത്ത് കൂടുതൽ എയർ വലിക്കുക ചെയ്യുക. ഈ കൂടുതൽ എയർ വലിക്കുന്നതിന് പകരം എന്ത് ചെയ്യും, ഈ വെള്ളക്കെട്ടിലാണെങ്കിൽ കൂടുതൽ വെള്ളം എഞ്ചിനകത്തേക്ക് പോയും പെട്ടെന്ന് തന്നെ എഞ്ചിൻ ഡാമേജ് ആകാൻ സാധ്യതയാണ്. ഈ സമയത്ത് എന്ത് ചെയ്യുക, നമ്മൾ സാധാരണ ആക്സിലേറ്റർ വിട്ട് കഴിഞ്ഞാൽ താഴെ ഫസ്റ്റ് ഗിയറിൽ ഏകദേശം വണ്ടി വരും, ഐഡിൽ സ്പീഡിൽ വാഹനം മൂവ് ആവും. തൽക്കാലം അത് കടക്കുന്നവർ അങ്ങനെയാണ്. ഇനി അഥവാ എഞ്ചിൻ ഓഫായി പോയി, നമ്മളിങ്ങനെ ശ്രമിച്ചു, നമ്മൾ വാഹനം കടക്കുമെന്ന് കരുതി പകുതി വരെ എത്തി, വണ്ടി ഓഫായി പോയി. അങ്ങനെ ഓഫായി പോയി വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കാതിരിക്കുക. തീർച്ചയായിട്ടും വണ്ടി തള്ളി മാറ്റി ഒരു സൈഡിലേക്ക് ഇടുക. അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കും തോറും എഞ്ചിന് കൂടുതൽ വർക്ക് വരികയാണ്. എന്ന് പറഞ്ഞാൽ എഞ്ചിന് കൂടുതൽ ഡാമേജ് വരാൻ സാധ്യതയുണ്ട്. കൂടുതൽ പക്ഷേ നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നതാണ്. ഒരിക്കലും നമ്മളിപ്പോൾ വെള്ളത്തിൽ വന്ന് ഓഫായി, ഇതുവരെ വെള്ളം അകത്തേക്ക് കയറിയിട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ, വലിയ ഡാമേജുകൾ ഉണ്ടായില്ല. ഒരു പക്ഷേ ഓയിലും കാര്യങ്ങളൊക്കെ മാറ്റി വെള്ളം ഈ പറഞ്ഞ എഞ്ചിനകത്ത് കയറി വെള്ളമൊക്കെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങളുടെ എഞ്ചിൻ നന്നായി നല്ല രീതിക്ക് ചെയ്യാൻ പറ്റുമായിരിക്കും. ഒരു ഫ്ലഷൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എഞ്ചിൻ ഒക്കെ ആയിരിക്കും. ഒരു പക്ഷേ നിങ്ങൾ വീണ്ടും ശ്രമിക്കുകയാണെങ്കിൽ ഇത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക്, കൂടുതൽ വെള്ളം അകത്തേക്ക് കയറും, ഹൈഡ്രോസ്റ്റാറ്റ് ലോക്ക് എന്ന പ്രോസസ് നടക്കുകയും വീണ്ടും കംപ്ലൈൻറ്റ് ആവുകയും ചെയ്യും. ഒരു 10,000 മുടക്കുന്ന അവിടെ 20,000 മതി. പക്ഷേ എഞ്ചിൻ വഴിയാൻ 10,000 പോരാ, ലക്ഷങ്ങളാണ് വേണ്ടി വരിക. അപ്പോൾ 10,000 മുടക്കേണ്ട സ്ഥാനത്ത് 1 ലക്ഷം അതിന് മുകളിൽ പൈസ മുടക്കേണ്ട അവസ്ഥയ്ക്ക് എത്തും. അതുകൊണ്ടാണ് പറയുന്നത് ഇങ്ങനെ വെള്ളക്കെട്ടുകളിൽ നിങ്ങളുടെ വാഹനം പെട്ട് നിന്ന് കഴിഞ്ഞാൽ തള്ളി മാറ്റിയിട്ട് പോകാൻ നോക്കുകയാണ് വന്ന കാര്യം. ഇനി മറ്റൊരു കാര്യം എന്താണെന്ന് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനിയിപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ വെള്ളമൊക്കെ ഇറങ്ങിപ്പോയി, ഇപ്പോൾ എല്ലാവരുടെയും പ്രളയം കഴിഞ്ഞ ശേഷം വെള്ളമൊക്കെ ഇറങ്ങിപ്പോയിട്ടുണ്ട്. നമ്മുടെയൊക്കെ വാഹനങ്ങൾ ചിലപ്പോൾ വെള്ളത്തിൽ മുങ്ങിക്കഴിഞ്ഞിരിക്കുന്നതാണ്. അപ്പോൾ ഓടിപ്പോയിട്ട് വാഹനം സ്റ്റാർട്ട് ചെയ്യാതിരിക്കുക. ഒരുപക്ഷെ നിങ്ങളുടെ വാഹനം വെള്ളം ഒന്നും വേറെ കംപ്ലൈൻറ്റ് ഒന്നും ഡാമേജ് ഒന്നും, വെള്ളം ഇറങ്ങി ഈ വെള്ളം ഫുള്ളായി കയറി ഇറങ്ങിപ്പോയി, ഫുൾ ഡ്രൈ ആയിട്ടുണ്ട്, നമ്മൾ ഓടിപ്പോയിട്ട് സ്റ്റാർട്ട് ചെയ്യാതിരിക്കുക. അത് സ്റ്റാർട്ട് ചെയ്യുന്ന കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് വരുന്നേ ഉള്ളൂ. നമുക്കറിയാം നമ്മുടെ വാഹനങ്ങൾ ഒരുപാട് ഇപ്പോൾ എല്ലാം എന്താ പറയുക ഇലക്ട്രോണിക് യുഗമാണ്. എല്ലാ വാഹനങ്ങളിലും ഒരുപാട് സെൻസേഴ്സ് മൊഡ്യൂൾസുകളൊക്കെ ഒരുപാടുണ്ട്. അപ്പോൾ നമ്മൾ പോയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ ബാറ്ററിയിൽ നിന്നുള്ള പവർ അല്ലെങ്കിൽ കറണ്ട് ഈ പറയുന്ന മൊഡ്യൂളിലേക്കൊക്കെ പോകും.
പോകും. അപ്പോൾ ഇപ്പോൾ തികച്ചും വെള്ളമൊക്കെ കയറിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഷോർട്ട് ആകും. നമുക്കറിയാമല്ലോ, നമ്മുടെ ഒരു മൊബൈൽ ഫോൺ താഴെ പോയി എന്ന് വയ്ക്കും, വെള്ളത്തിൽ പോയി നോക്കി, പഴയ ഒരു മൊബൈൽ ബാറ്ററി കഴിക്കാൻ പറ്റുന്ന മൊബൈൽ, നമ്മൾ തീർച്ചയായിട്ടും വെള്ളത്തിൽ പോയി നമ്മളെടുത്ത് കുടയും, ആ വെള്ളമൊക്കെ കളയട്ടെ, എന്നിട്ട് ബാറ്ററി കഴിച്ച് കുറച്ച് നേരം ഡ്രൈ ചെയ്തിട്ടൊക്കെ നമ്മൾ ചെയ്യുള്ളൂ. കാരണം നമുക്കറിയാം അത് ചിലർക്ക് അനുഭവമാണ്, അത് ഇട്ട് കഴിഞ്ഞ് വെള്ളത്തിൽ പോയിട്ട് നമ്മൾ ഓണാക്കി കഴിഞ്ഞാൽ പവർ മോട്ടറൊക്കെ അടിച്ചു പോകും, അല്ലെങ്കിൽ ബോർഡ് അടിച്ചു പോകും. അപ്പോൾ നമ്മളെന്ത് ചെയ്യും, ബാറ്ററി കഴിച്ചൊന്ന് ഡ്രൈ ചെയ്ത ശേഷം ഫിക്സ് ചെയ്തിട്ട് നമ്മൾ ഓണാക്കും. അതേപോലെ തന്നെയാണ് കാറിൻ്റെ അവസ്ഥ. ഈ സാധനങ്ങളൊക്കെ വെള്ളം കയറി ഇരിക്കുകയാണ്, നമ്മൾ ഇഗ്നിഷൻ ഓണാക്കി കഴിഞ്ഞാൽ എല്ലാം അടിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട്. അത് ചെയ്യാതിരിക്കുക. വാഹനം വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയിട്ട് അവരുടെ നിർദ്ദേശം അല്ലെങ്കിൽ അവരത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സർവീസ് ടെക്നീഷ്യന്മാർ അവരെങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്തു തരും. അതായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലത്. വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈഡ്രോസ്റ്റാറ്റ് ലോക്ക് സംഭവിക്കുക, അതിനുശേഷം നമ്മൾ വാഹനം ഓടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വാഹനം തകരാറ് സംഭവിച്ചാൽ നമ്മൾ വെള്ളക്കെട്ടിലൂടെ വാഹനം അറിഞ്ഞുകൊണ്ട് ഓടിച്ച് എഞ്ചിനകത്തേക്ക് വെള്ളം കയറുകയും നമ്മളതിന് എഞ്ചിൻ തകരാറ് സംഭവിക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ ഇൻഷുറൻസ് കമ്പനിക്കാർ അതിൽ കവർ ചെയ്യില്ല, അവർ ഇൻഷുറൻസ് കവർ ചെയ്തില്ല, എഞ്ചിന് ഇൻഷുറൻസ് കവർ തരില്ല. അവർ വെള്ളം കയറിയിട്ട് കേടുപാട് സംഭവിച്ചു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ നമ്മൾ എഞ്ചിൻ വെള്ളം കയറിയ ശേഷം സ്റ്റാർട്ട് ചെയ്ത് വണ്ടി ഓടിക്കാൻ ശ്രമിച്ചാൽ മാത്രമേ തകരാറ് സംഭവിക്കുള്ളൂ. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഇൻഷുറൻസ് എന്ത് ചെയ്യും, കവർ ചെയ്യില്ല, നമ്മുടെ സ്വന്തം കയ്യിൽ നിന്ന് പൈസ എടുത്ത് ചിലവാക്കേണ്ടി വരും. അപ്പോൾ വെള്ളക്കിലൂടെ പോകുമ്പോൾ ഇത്രയും കാര്യം ശ്രദ്ധിക്കണമെങ്കിൽ നമ്മുടെ വാഹനത്തെ അധികം കേടുപാട് കൂടാതെ സംരക്ഷിക്കാൻ നമുക്ക് കഴിയും. മാത്രമല്ല നമുക്ക് വർക്ക്ഷോപ്പുകളിലൊക്കെ പോയി കയറി ഇറങ്ങിയിട്ട് നമ്മുടെ പോകുന്ന സമയം നമുക്ക് ലാഭിക്കാൻ പറ്റും, നമ്മുടെ പൈസയും നമുക്ക് ലാഭിക്കാൻ പറ്റും. അപ്പോൾ ഇത്രയും വലിയ ദുരന്തങ്ങൾ ഇനിയും കേരളത്തിൽ ഉണ്ടാകാതിരിക്കട്ടെ, നമ്മുടെ നാട് ഉണ്ടാകാതിരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു.